അഡ്വക്കേറ്റ് PM നിയാസിലേക്കാണ്. അഡ്വക്കേറ്റ് PM നിയാസ്, ഇതുവരെ വലിയ പ്രതീക്ഷയായിരുന്നു കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, മാത്രവുമല്ല പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം. ആരാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നറിയാൻ ഇതുവരെ നിമിഷങ്ങൾ എണ്ണി കാത്തിരിക്കുകയാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങളും അതുപോലെ കോൺഗ്രസ് പ്രവർത്തകരും എല്ലാം. പക്ഷേ വലിയ നിരാശയിലേക്ക് അവരെ തള്ളിവിട്ടുകൊണ്ട് ഈ നിമിഷവും തീരുമാനമുണ്ടായിട്ടില്ല. ഇന്ന് 6 മണിയോടെ പ്രഖ്യാപനം വരുമെന്ന് പറഞ്ഞു, 7 മണിയോടെ പ്രഖ്യാപനം വരുമെന്ന് പറഞ്ഞു. പക്ഷേ അല്പസമയം മുമ്പ് നേതാക്കൾ എല്ലാവരും ചേർന്ന് മാധ്യമങ്ങളെ കണ്ടു, പക്ഷെ തീരുമാനമായില്ല. മുഖ്യമന്ത്രി ആരെന്ന ചോദ്യം, ആ ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ ഇനിയും കുറെ താമസിക്കും എന്നാണ് ഡൽഹിയിൽ നിന്നുള്ള വാർത്തകൾ സൂചിപ്പിക്കുന്നത്. എന്താണ് കോൺഗ്രസിന് സംഭവിച്ചത്? നോക്കൂ, 4-ാം തീയതിയാണ് റിസൾട്ട് വന്നത്. 4-ാം തീയതി വന്ന ഉടനെ തന്നെ 2 ദിവസത്തിനകം തന്നെ നമ്മൾ AICCക്ക് ഒരു പ്രത്യേക ഒരു നിലപാടുണ്ട്, ആ കീഴ്വഴക്കമുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയർ പ്രകാരം 2 പേരെ നിരീക്ഷകരായി ചുമതലപ്പെടുത്തുന്നു. ആ 2 പേര് ഉടനെ തന്നെ ഏതാണ്ട് 48 മണിക്കൂറിനകം തന്നെ കേരളത്തിലെത്തുന്നു. എത്തിയ ഉടനെ തന്നെ അവർ പിറ്റേ ദിവസം എല്ലാ MLA 63 MLA-മാർ നമ്മുടെ UDF-ൻ്റെ കോൺഗ്രസിൻ്റെ പേരിൽ മത്സരിച്ചിട്ടുണ്ട്. 3 പേര് നമ്മുടെ സ്വതന്ത്ര ചിഹ്നത്തിലാണ് മത്സരിച്ചിട്ടുള്ളത്. അവരെ ഫോണിലും മറ്റവരെല്ലാവരും നേരിട്ടും അവരെ കണ്ട് അവരുടെ അഭിപ്രായങ്ങൾ അറിയുന്നു. ആ അഭിപ്രായങ്ങളും അതിനുശേഷം ഘടകകക്ഷി നേതാക്കന്മാരെയും മറ്റ് പാർട്ടി നേതാക്കന്മാരെയും MP-മാരെയും അതുപോലെ മറ്റ് ബന്ധപ്പെട്ട നേതാക്കന്മാരെ എല്ലാവരെയും കണ്ട് ആ റിപ്പോർട്ടെല്ലാം AICC കൊടുക്കുന്നു. AICC അക്കാര്യത്തെക്കുറിച്ച് വിശദമായി ചെയ്തു. 3 പേരുകളാണ് വന്നത്. അതിൽ ഒരാൾക്ക് കൂടുതൽ വോട്ട്, മറ്റൊരാൾക്ക് രണ്ടാമത്തെ 10 വോട്ട് എന്നുള്ള ആ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയാൻ ആളല്ല. അങ്ങനെ ഒരു ഡീറ്റെയിൽസ് കിട്ടിയത് കൊടുത്തപ്പോൾ സ്വാഭാവികമായിട്ടും പേരുകൾ വന്നിട്ടുള്ള 3 പേരെയും വിളിപ്പിക്കാൻ തീരുമാനിച്ചു. അവരെ വിളിപ്പിച്ചു, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നാണ് അവരെ വിളിപ്പിച്ചത്, ഇന്നാണ് അവരെ എത്തിയിട്ടുള്ളത്. എത്തിയ ഉടനെ തന്നെ അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് വളരെ കുറഞ്ഞ മണിക്കൂറിനുള്ളിൽ തന്നെ അക്കാര്യത്തിൽ തീരുമാനമാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇതൊരു ജനാധിപത്യ പാർട്ടിയാണ്. BJP-യെ പോലെ നമ്മുടെ നരേന്ദ്രമോദിയും അമിത്ഷായും കൂടി പോക്കറ്റിൽ നിന്ന് സാധനം സ്ലിപ്പ് എടുത്ത് അങ്ങോട്ട് തീരുമാനിച്ച് പ്രഖ്യാപിക്കുന്ന രീതിയല്ല ഞങ്ങൾക്കുള്ളത്. അല്ലെങ്കിൽ CPM കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങളെല്ലാവരും കണ്ടതാണ്. നമ്മുടെ CPM-ൻ്റെ MLA-മാരെ വിളിച്ച് മുഖ്യമന്ത്രി ഒരു പോക്കറ്റിൽ നിന്ന് ഒരു കടലാസ് എടുത്ത് കൊടുത്തു. അന്നത്തെ കോടിയേരി ബാലകൃഷ്ണൻ അത് വായിച്ചു. ഇതാണ് തീരുമാനം. അതിൽ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ്റെ പേരും ബാക്കി മന്ത്രിമാരുടെ പേരുകളും അങ്ങ് വായിച്ച് അത് അംഗീകരിച്ച് പോരാണ്. ഞങ്ങളുടെ തീരുമാനം അങ്ങനെയല്ല. ജനാധിപത്യ പാർട്ടിയാണ്. എല്ലാവരുമായി ആലോചിച്ച് എല്ലാവരുമായി തീരുമാനിച്ച് മുന്നോട്ട് പോകാൻ. ഞങ്ങൾ ഒരിക്കലും ഒരു സ്ഥാനാർത്ഥിയെയും തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണെന്ന് ഉയർത്തി കാണിച്ചിട്ടില്ല. അത് ഞങ്ങൾ കരകരണ്ടാനുള്ളപ്പോഴും AK ഉള്ളപ്പോഴും പട്ടത്താൻ ഉള്ളപ്പോഴും അതുപോലെ അതിനു മുമ്പുള്ള നേതാക്കന്മാരൊക്കെ ഉള്ളപ്പോഴും നമ്മൾ ചെയ്ത ഉമ്മൻചാണ്ടി ഉള്ളപ്പോഴും ഒക്കെ ചെയ്ത രീതി അതാണ്. ഞങ്ങളതിന് ശേഷം MLA-മാരുമായി ആലോചിച്ച് പാർട്ടി എടുക്കുന്ന ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനമാണ്. ആ ഹൈക്കമാൻഡിൻ്റെ തീരുമാനങ്ങൾ അത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വരും. ഇതൊരു വലിയ കാര്യമല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 25-ാം തീയതിയാണ് 2021 മെയ് മാസം 25-ാം തീയതിയാണ് നമ്മൾ കഴിഞ്ഞ ഗവൺമെൻറ് അധികാരത്തിൽ പറ്റുക. അപ്പോൾ 25-ാം തീയതി വരെ നമുക്ക് സമയമുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഞങ്ങൾ അത്രയൊന്നും പോകുന്നില്ല. 14-ാം തീയതി 15-ാം തീയതി തന്നെ ഞങ്ങൾക്ക് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ ഏറ്റെടുക്കാമെന്ന് വിചാരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഞങ്ങൾക്ക് തീരുമാനിക്കാം. ഞങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ഈ പറയുന്ന എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു മന്ത്രിസഭ തന്നെ ഉണ്ടാകുമെന്നാണ് ഞങ്ങളെല്ലാ കോൺഗ്രസ് പ്രവർത്തകരും പ്രതീക്ഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. എല്ലാ സ്ഥലത്തും കർണാടകത്തിൽ ഇങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ എടുക്കുന്ന അഡ്വക്കേറ്റ് PM നിയാസ്, ഒരു കാര്യം ചോദിച്ചു കൊള്ളട്ടെ. ഈ മെയ് 4-ന്റെ ഈ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം കേരളത്തിലെ തെരുവുകളിൽ ഉയർന്ന ഫ്ലെക്സ് ബോർഡിൽ എഴുതിയിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാചകമാണ് പട നയിച്ചവൻ നാട് നയിക്കട്ടെ എന്ന്. അപ്പോൾ പട നയിച്ചത് ആരായിരുന്നു? നീലിമ, ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞല്ലോ, ഞങ്ങൾ ഒരു മുഖ്യമന്ത്രിയെയും ഞങ്ങൾ വെച്ചിട്ടല്ല മുന്നോട്ട് പോയത്. ഞാൻ ചോദിക്കട്ടെ, ഒരൊറ്റ ചോദ്യം ചോദിക്കട്ടെ. ഇതിനു മുമ്പ് നമ്മൾ കരുണാകരനും AK ഒന്നിച്ച് പടം നയിച്ചല്ലോ. ഒരാളല്ലേ മുഖ്യമന്ത്രി ആയിട്ടുള്ളൂ. കരുണാകരൻ മാറിയപ്പോൾ AK വന്നല്ലോ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2024 തെരഞ്ഞെടുപ്പിൽ അന്ന് പ്രതിപക്ഷ നേതാവ് ആരായിരുന്നു? ഉമ്മൻചാണ്ടി. അന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. പക്ഷേ ജയിച്ചു, നമ്മൾ പരാജയപ്പെട്ടു. പക്ഷേ പ്രതിപക്ഷ നേതാവായതാരാ? ഇവർ 2 പേരും അല്ലല്ലോ. അന്ന് 2 പേരും അല്ലാത്തിരിക്കുന്നതാണ് കാരണം. ഒരു വോട്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഒരു വോട്ട് അല്ലെങ്കിൽ ഒരു എണ്ണം കൂടുതൽ സതീശനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്. താങ്കൾ ഇക്കാര്യങ്ങൾ പറയുമ്പോഴൊക്കെ ഈ അണികൾക്ക് ഈ വികാരമൊന്നും മനസ്സിലാകുന്നില്ലേ? അണികൾ ഓരോ നേതാക്കൾക്കും വേണ്ടി
ഓരോ പടപ്പുറപ്പാട് നടത്തുകയാണ് കേരളത്തിൻ്റെ ഓരോ തെരുവുകളിലും. KPCCയുടെ മുന്നിൽ, സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ ഒരാൾ വച്ചിരിക്കുന്ന ഫ്ലക്സ് കരിയോയിലൊഴിച്ച് മറ്റൊരാളുടെ ഫ്ലക്സ് വയ്ക്കുന്നു. ഒരുപക്ഷേ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ മുമ്പെങ്ങുമില്ലാത്ത വിധത്തിലുള്ള വലിയ അന്തഃചിത്രങ്ങൾ അത് തെരുവിലേക്ക് വലിയ പ്രതിഷേധമായി അലയടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇപ്പോൾ ഈ ഫ്ലക്സ് യുദ്ധത്തിനൊക്കെ ഒരു അറുതി വരുത്തണമെന്ന് ദീപാദാസ് മുൻഷി പറഞ്ഞു. നേതാക്കളും അത് മൂവരും അത് ഏറ്റു പറയുന്നൊരു സാഹചര്യമൊക്കെ കണ്ടു. പക്ഷേ ആരാണ് പട നയിച്ചത് എന്നുള്ള കൃത്യമായ ഒരു ചോദ്യമുണ്ട്. അതിനുള്ള ഉത്തരവും വന്നിട്ടില്ല. നോക്കൂ, ഞാൻ പറഞ്ഞല്ലോ ആരാണ് പടം നയിച്ചത്. ഞങ്ങൾ കൂട്ടായ ലീഡർഷിപ്പാണ്. നമ്മളെ കേരളത്തിലെ കോൺഗ്രസിന് KPCC പ്രസിഡന്റാണ് കോൺഗ്രസിൻ്റെ അവസാന വാക്ക്. അദ്ദേഹം പടം നയിച്ചിരുന്നു. അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, അതുപോലെ രമേശ് ചെന്നിത്തല മുൻ പ്രതിപക്ഷ നേതാവ്, AICCയുടെ ജനറൽ സെക്രട്ടറി ആയി കേരളത്തിൽ നിന്നുള്ള KC വേണുഗോപാൽ മിക്ക സ്ഥലങ്ങളിൽ 83 സ്ഥലങ്ങളിൽ അദ്ദേഹം പ്രകടനം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയതാണ്. K മുരളീധരൻ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. അദ്ദേഹം പട നയിച്ചാണ്. അപ്പോൾ ഞങ്ങളെ പട നയിച്ച നേതാക്കന്മാർ ഇവരെല്ലാം ചേർന്ന് ടീം UDF. ഞാൻ ചോദിക്കട്ടെ, പ്രതിപക്ഷ നേതാവ് എന്നെ നിങ്ങളോട് എത്ര തവണ പറഞ്ഞു ഞങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ ടീം ലീഡർഷിപ്പാണ്. കുഞ്ഞാലിക്കുട്ടി ഞങ്ങളുടെ നേതാവാണ്. അതുപോലെ കേരള കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഞങ്ങളുടെ നേതാക്കന്മാരാണ്. CMPയുടെ നേതാക്കന്മാർ, RSPയുടെ നേതാക്കന്മാർ, ഇവരെല്ലാം ചേർന്ന് നടക്കുന്ന ടീം UDF ആണ് ഞങ്ങൾ പട നയിച്ചത്. വ്യക്തികളായി ഒരാളെയും ഞങ്ങൾ പട നയിച്ചിട്ടില്ല. അങ്ങനെ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. ഒരു കാലത്തും ഞങ്ങൾ ആരെങ്കിലും രാഹുൽ ഗാന്ധി ഇവിടെ വന്നല്ലോ, പ്രിയങ്ക ഗാന്ധി വന്നല്ലോ, ഖാർഗേജി വന്നല്ലോ, ആരെങ്കിലും ഞങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇന്ന ആളാണെന്ന് പറഞ്ഞിരുന്നു? ഇല്ലല്ലോ, അത് പറയാറില്ലല്ലോ. പിന്നെ നിങ്ങളങ്ങോട്ട് ഏറ്റെടുക്കുകയാണ്. പിന്നെ ഞങ്ങൾ ജനാധിപത്യ പാർട്ടിയാണ്. ഞങ്ങളുടെ പാർട്ടിക്ക് ഇഷ്ടമുള്ള നേതാക്കന്മാർക്ക് സിന്ദാബാദ് വിളിക്കാനും ബോർഡ് വെക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ സാധാരണഗതിയിൽ ഉണ്ടാവാറുണ്ട്. ഞങ്ങളുടെ കേഡർ പാർട്ടിയല്ല. പക്ഷേ അത് അതിര് വിട്ടപ്പോഴാണ് ഞങ്ങളുടെ നേതാക്കന്മാർ KPCCയും AICCയും ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത്. ഇതിനിടയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഉമ്മൻചാണ്ടി ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ആദരിക്കുന്ന വ്യക്തിയാണ്. ഉമ്മൻചാണ്ടിയുടെ ഫോട്ടോ ഉള്ള ഫ്ലെക്സൊക്കെ കീറുക എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസ്സുകാർ ചെയ്തതെന്ന് ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അത് കോൺഗ്രസ്സിൽ കയറിയിട്ടുള്ള CPMകാരോ BJPക്കാരോ അല്ലെങ്കിൽ ഞങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി കച്ചകെട്ട് ഇറങ്ങിയിട്ടുള്ള ആരോ അല്ലാതെ കോൺഗ്രസ്സുകാർ ആരും അങ്ങനെ ചെയ്യും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ട് എങ്കിൽ, പരസ്യമായി കോൺഗ്രസ്സുകാർ ചെയ്തെങ്കിൽ അവനെ കോൺഗ്രസ്സുകാരനായി ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അതാണ് ഞങ്ങളുടെ ഞങ്ങൾ അത് തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങളുടെ ജനാധിപത്യ പാർട്ടി ആയതുകൊണ്ടാണ്. ഏത് നേതാവിൻ്റെയും പേര് മുഖ്യമന്ത്രി അങ്ങേയറ്റം ഉൾപാർട്ടി ജനാധിപത്യമുള്ള പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് ഏതാണ്ട് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ വരികയാണ്.